ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാർ ഇസ്രായേൽ തള്ളി. ഗാസയുടെ സർവനാശമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിലെ നേതാക്കൾ ഗാസയ്ക്കെതിരെ കൊലവിളി നടത്തുകയാണ്. ഗാസയിൽ വെടിനിർത്തൽ അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഈജിപ്തും ഖത്തറും അമേരിക്കയും മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചയിൽ മുന്നോട്ട് വച്ച കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ അതിനോട് അനുകൂല സമീപനമല്ല സ്വീകരിച്ചത്. പിന്നാലെ തങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ സകലതും നശിപ്പിച്ചു കളയുമെന്ന ഭീഷണി കൂടി ഇസ്രായേൽ നടത്തി. ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിക്കണം. അതിന് ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗാസ നഗരം ഒന്നടങ്കം നശിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഭീഷണിപ്പെടുത്തിയത്. ഗാസ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചുവെന്ന അറിയിപ്പ് പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് ഭീഷണിയുമായി ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി രംഗത്ത് വന്നത്. ഗാസ നഗരത്തെ നരകമാക്കി മാറ്റുമെന്നാണ് കാറ്റ്സ് പറയുന്നത്. റഫയുടെയും ബെയ്ത്ത് ഹാനൂനിൻ്റെയും വിധിയായിരിക്കും ഗാസ നഗരത്തിനും ഉണ്ടാകുക എന്ന മുന്നറിയിപ്പും കാറ്റ്സ് നൽകുന്നു. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാതെ വെടിനിർത്തൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നത്. അതേസമയം സമ്പൂർണ്ണ യുദ്ധവിരാമം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ്. സമ്പൂർണ്ണ യുദ്ധവിരാമം ഉണ്ടായാൽ മാത്രമേ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കൂ എന്നാണ് ഹമാസിൻ്റെ നിലപാട്. നിലവിൽ ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാർ പ്രകാരം 60 ദിവസം പ്രാരംഭ വെടിനിർത്തലാണ്. ഈ വെടിനിർത്തൽ പരിധിക്കുള്ളിൽ ബന്ദികളിൽ പകുതി പേരെയും കുറച്ച് ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും. ഒപ്പം ഗാസയിലേക്കുള്ള സഹായ വിതരണം കൂടുതലായി അനുവദിക്കുകയും ചെയ്യും. അന്താരാഷ്ട്ര ആഭ്യന്തര എതിർപ്പുകൾ വ്യാപകമായി ഉയർന്നിട്ടും ഗാസ നഗരത്തിൽ ആക്രമണം നടത്താനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകി. പിന്നാലെയാണ് ഇസ്രായേൽ കാറ്റ്സിൻ്റെ ഭീഷണിയും എത്തിയത്. നേരത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കാറ്റ്സിനെ പോലെ സമാന പ്രസ്താവന നടത്തിയിരുന്നു. ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കാതെ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. 22 മാസങ്ങളായി ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു. 62,192 പേർ കൊല്ലപ്പെട്ടു. ഗാസ സമ്പൂർണ്ണ പട്ടിണിയിലാണെന്ന് കഴിഞ്ഞ ദിവസം UN ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. പിന്നാലെ ഗാസയിൽ UN ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി. 5 ലക്ഷത്തിലധികം ഫലസ്തീനികൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാണ്, മരണത്തിൻ്റെ വക്കിലാണ് എന്നാണ് UN ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഗാസയിൽ പട്ടിണിയില്ലെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. UNൻ്റെ കണ്ടെത്തലുകൾ ഹമാസിൻ്റെ കള്ളത്തരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഗാസ നഗരം പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി മേഖലയിലെ മുഴുവൻ ആളുകളോടും, അതായത് 10 ലക്ഷത്തോളം മനുഷ്യരോട് ഗസയുടെ തെക്ക് ഭാഗത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇത് നിലവിൽ അവശേഷിക്കുന്ന സംവിധാനങ്ങളെ പോലും തകർക്കുമെന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. അതിനിടെ ഹമാസ് IDFൻ്റെ മിലിറ്ററി ഔട്ട്പോസ്റ്റിന് നേരെ ആക്രമണം നടത്തിയതായി ഒടുവിൽ ഇസ്രായേൽ സ്ഥിരീകരിച്ചു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഓഗസ്റ്റ് 20-നാണ് ഹമാസ് ആക്രമണം നടത്തിയത്. ആയുധധാരികളായ 15 ഹമാസ് പ്രവർത്തകരാണ് ഖാൻ യൂനിസിലെ IDF ക്യാമ്പിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ ഗാസ സിറ്റി പിടിച്ചെടുക്കൽ ദൗത്യത്തിൻ്റെ ആദ്യ ദിവസമാണ് IDFനെ ഹമാസ് ആക്രമിച്ചത്. ഹമാസിൻ്റെ ആക്രമണം ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തു.